ആയൂർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ സെക്ഷൻസ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് CPIM കേരള കോൺഗ്രസ് ബി നേതാക്കൾ ബഹിഷ്കരിച്ചു. 20 വർഷമായി സ്ഥലമുണ്ടായിട്ടും കെട്ടിടമില്ലാത്തതിനാൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സബ് ഡിവിഷൻ സെക്ഷൻ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്താണെന്നും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്നത് കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ജോലികൾ മാത്രമാണെന്നും കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിപ്പിക്കുന്നതിനും മറ്റും വിവിധ കേന്ദ്രങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയ രാഷ്ട്രീയ നേതാക്കന്മാരെ ഒന്നടങ്കം CPIM ആണെന്ന നിലയിൽ ഒഴിവാക്കിക്കൊണ്ട് തന്നിഷ്ടത്തിന് കോൺഗ്രസ് നേതാക്കന്മാരുടെ സംഗമവേദിയായ പരിപാടിയെ മാറ്റിയതിനാലാണ് വിട്ടുനിൽക്കുന്നതെന്ന് CPIM നേതാവും ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ രവീന്ദ്രൻ പിള്ള, ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീലമണി എന്നിവർ ലൈവ് വാർത്തയോട് പറഞ്ഞു. LDFന്റെ നേതാക്കന്മാരായി പേര് വെക്കുവാൻ നിർദ്ദേശം വന്ന പല പേരുകളും ഒഴിവാക്കുകയും സംഘാടക സമിതിയിൽ പോലും ആലോചിക്കാത്ത ഗണേശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് തിരികെ കയറ്റുകയും അവസാന ഘട്ടത്തിൽ ഒരു UDFന്റെ മേളയാക്കാനുള്ള ഒരു ബോധപൂർവമായ പരിശ്രമമാണ് UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുപോലെ LDFന്റെ നേതാക്കളും അതുപോലെ ജനപ്രതിനിധികളെ ഇതിൽ നിന്നും ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. അതാണ് ഞങ്ങൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള മുഖ്യ കാരണം. എന്നാൽ കേരള കോൺഗ്രസ് ബി പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് KB ഗണേഷ് കുമാറിന്റെ പൊതുപരിപാടികളിൽ പങ്കെടുക്കേണ്ട എന്ന പാർട്ടി തീരുമാനത്തെ തുടർന്നാണെന്ന് കേരള കോൺഗ്രസ് ബി പുനലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ബാലചന്ദ്രൻ പിള്ള വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചടങ്ങിൽ CPI നേതാക്കൾ പങ്കെടുത്തു. ലൈവ് വാർത്ത അഞ്ചൽ.